ാകുന്നത് മാനവികത ലോകത്ത് പറ്റ നശിച്ചു പോയിട്ടില്ല എന്നതിന് എത്രയോ വലിയ തെളിവുകൾ ഇന്ന് മതങ്ങൾക്കതീതമായി മനുഷ്യത്വം പ്രചരിപ്പിക്കുന്ന മനുഷ്യത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളും അതേപോലത്തെ സ്ഥാപനങ്ങളും നമുക്കെടുത്ത് കാണിച്ചു തരുന്ന ഉദാഹരണമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യത്വം നിലനിർത്തുവാനും മനുഷ്യൻ്റെ പുരോഗതിക്കും മാനവികമായ ഐക്യത്തിനും വേണ്ടി പരിശ്രമിക്കേണ്ടതാകണം മതങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാവട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും പരിശ്രമം. പരിശുദ്ധ ഖുർആനും പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യം അത് തന്നെയാണ്. അതുകൊണ്ട് മതത്തെ മനസ്സിലാക്കുവാനും മതത്തെ മനസ്സിലാക്കിപ്പിക്കുവാനും ആകണം ഓരോ മതവിശ്വാസിയുടെയും ഓരോ മനുഷ്യൻ്റെയും പ്രവർത്തനം. ഇന്ന് സത്യത്തിൽ മതങ്ങൾ തമ്മിലാണ് സംഘട്ടനം നടക്കുന്നത് എന്നാണ് പറയപ്പെടാറുള്ളത്. സത്യത്തിൽ മതങ്ങളല്ല ഇന്ന് സംഘടനകളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. മതത്തിൻ്റെ വാക്താക്കളായി മതത്തിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന മനുഷ്യൻ്റെ ത്വര ഇന്ന് ലോകത്ത് മുഴുവൻ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രം ശബ്ദിക്കുന്ന ഒരു സമൂഹത്തെയാണ് നാം കാണുന്നത്. അവകാശങ്ങൾ നേടാൻ എന്ന പേരിൽ എന്തും ചെയ്യാൻ മടിക്കാത്ത സമൂഹം ബാധ്യതകളെപ്പറ്റി വിസ്മരിച്ചു പോയിരിക്കുകയാണ്. ഈ ലോകത്തോടും ഈ സമൂഹത്തോടും തൻ്റെ അയൽവാസിയോടും കുടുംബത്തോടും താൻ ജീവിക്കുന്ന രാജ്യത്തോടും ഈ സമുദായത്തോടുമൊക്കെ വലിയ ബാധ്യത സൃഷ്ടാവായ ദൈവവും തമ്പുരാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയാത്ത മനുഷ്യൻ അവകാശങ്ങൾ ചോദിക്കുന്നതിൽ എന്തിരിക്കുന്നു? അതുകൊണ്ട് തന്നെ ഇന്ന് മതത്തിൻ്റെ ശത്രു, ഏറ്റവും വലിയ ശത്രു മതം തന്നെയായി മാറിയിരിക്കുകയാണ്. ഏതോ ഒരു ചിന്തകൻ പറഞ്ഞതുപോലെ ദ ഗ്രേറ്റസ്റ്റ് എനിമി ഓഫ് ഹൈ റിലിജൻ ഈസ് നോട്ട് റിലിജിയൻ ബട്ട് ലോ റിലിജിയൻ. തരംതാന്ന മതമാണ് മതത്തിൻ്റെ ശത്രു, മതമില്ലായ്മയല്ല. മതമില്ലായ്മ എന്നത് ശത്രുവിനേക്കാളും വലിയ ശത്രുവായി മതത്തെ നശിപ്പിക്കുന്നതും മതത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതും മതം എന്തെന്ന് പോലും മനസ്സിലാക്കാത്ത കുറേ മതവിശ്വാസികളും മതത്തിൻ്റെ പേര് പറയുന്നവരുമാണ് എന്ന യാഥാർത്ഥ്യം നാം ഓർക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് പോലെ തന്നെ മുസ്ലിമീങ്ങൾ പൂർണ്ണമായും മതത്തെ ഉൾക്കൊള്ളുവാൻ തയ്യാറാവണം. ഉദ്ഖുലു ഫിസ്സിൽമി കാഫ. പൂർണ്ണമായും ഇസ്ലാമിനെ ഉൾക്കൊള്ളുവാനും മതത്തെ ജീവിതത്തിൽ പകർത്തുവാനും ഒരു മുസ്ലിമിന് കഴിയുമ്പോൾ മറ്റു മതങ്ങളും അതേപോലെ തന്നെ പകർത്തുവാനും വെറും പേരുകൊണ്ട് മാത്രം ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി അല്ലെങ്കിൽ മറ്റു മതക്കാരിൽ നിന്ന് വേർതിരിക്കുന്നതിനപ്പുറം മതത്തിൻ്റെ ധാർമ്മികമായ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ജീവിക്കാൻ മനുഷ്യർക്ക് കഴിയുന്ന പക്ഷം ഇവിടെ മാനവികത ലോകത്ത് വലിയൊരു ശബ്ദമായി തീരുക തന്നെ ചെയ്യും. ലോകത്തിന് ഏറ്റവും വലിയ പ്രശ്നം, ലോകത്തിന് ഇന്ന് ഏറ്റവും താല്പര്യമുള്ളത് സ്നേഹമാണ്. ലോകം ആവശ്യപ്പെടുന്നതും അതാണ്. പരസ്പരം മനുഷ്യന്മാർ സ്വന്തം മാതാപിതാക്കളോ ഭാര്യ ഭർത്താക്കളോ അല്ലെങ്കിൽ സന്താനങ്ങളോ ഇന്ന് സ്നേഹത്തിലല്ല ശത്രുതയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകം ഇന്ന് സ്നേഹത്തിന് വേണ്ടി സമാധാനത്തിന് വേണ്ടി ദാഹിച്ചു കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ലോകത്തിന് സമാധാനം നൽകുവാനും സാഹോദര്യം പഠിപ്പിക്കുവാനും മാനവികത പഠിപ്പിക്കുവാനും ഓരോരുത്തരും തയ്യാറാവേണ്ടിയിരിക്കുന്നു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഫ്ദലുൽ അഅ്മാലി ബഅദൽ ഈമാനി ബില്ലാഹ് അത്തവദ്ദുദു ഇലന്നാസി. അല്ലാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം, സൃഷ്ടാവായ ദൈവത്തിലുള്ള ഏകനായ ദൈവത്തിലുള്ള വിശ്വാസം കഴിഞ്ഞാൽ പിന്നൊരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠമായ സൽക്കർമ്മം എന്ന് പറയുന്നത് ആ തവദ്ദുദു ഇലന്നാസി, മനുഷ്യരെ സ്നേഹിക്കുക എന്നതാണ്. മനുഷ്യന്മാരെ സ്നേഹിക്കാൻ കഴിയുന്ന മനസ്സ് ഇന്ന് മനുഷ്യർക്ക് ഇല്ലാതായി പോയിരിക്കുന്നു. പരസ്പരം കണ്ടാമൃഗത്തെപ്പോലെ കാട്ടുമൃഗങ്ങളെപ്പോലെ അല്ലെങ്കിൽ കാടുകളിൽ കഴിയുന്ന കാട്ടുമൃഗങ്ങളെപ്പോലെ പരസ്പരം കടിച്ചു കീറാനുള്ള വ്യഗ്രതയിലാണ് മനുഷ്യൻ ഇന്ന് ജീവിക്കുന്നത്. ഈ അവസ്ഥ മാറ്റിയെടുക്കുവാനും മാനവിക സന്ദേശം ലോകത്ത് പ്രചരിപ്പിക്കുവാനും മനുഷ്യത്വത്തിന് വേണ്ടി ശബ്ദിക്കുവാനും ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ സൃഷ്ടാവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് മാനസികമായും ശാരീരികമായും സൃഷ്ടാവായ ദൈവത്തോടടുത്തിരിക്കുന്ന ഓരോ മനുഷ്യർക്കും കഴിയണം. മനുഷ്യൻ എന്ന നിലയ്ക്ക് തന്നെ